കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 17-ാം ദിവസം അർജുനനും കർണനും നേരിട്ട് ഏറ്റുമുട്ടുന്നു. അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് കൗരവസേനയെ ക്ഷോഭിപ്പിച്ചു. കർണന്റെ സൈന്യം ബലഹീനമായി. അർജുനന്റെ അസ്ത്രമേറ്റ് കർണന്റെ രഥം തകർന്നു. കർണൻ മുറിവേറ്റെങ്കിലും ശക്തമായ അസ്ത്രങ്ങൾ ഉപയോഗിച്ച് അർജുനന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചു. ഇത്തരത്തിൽ തുല്യനിലയിൽ യുദ്ധം പുരോഗമിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ കർണൻ അർജുനനെ വധിക്കാനായി ഉരഗാസ്യ എന്ന സർപ്പമുഖമാണം കയ്യിലെടുത്തു. ആ അസ്ത്രത്തിൽ നാഗാസ്ത്രമന്ത്രം ജപിച്ചപ്പോൾ അർജുനന്റെ പൂർവ്വശത്രുവായ അശ്വസേനനാണ് പ്രകടമായത്. ഗാണ്ഡവദഹനത്തിൽ തന്റെ മാതാവിനെ വധിച്ച അർജുനനോട് അശ്വസേനന് തീരാത്ത പകയുണ്ടായിരുന്നു. കർണന്റെ അസ്ത്രത്തോടൊപ്പം നാഗവും അർജുനന്റെ കഴുത്തറുക്കാനായി പാഞ്ഞുകയറി. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ സമയോചിതമായി പ്രവർത്തിച്ചു. ഭയാനകമായ നാഗാസ്ത്രം വരുന്നത് കണ്ട് ശ്രീകൃഷ്ണൻ അർജുനന്റെ തീർത്തട്ടിനെ ഭൂമിയിൽ ചവിട്ടിത്താഴ്ത്തി. കുതിരകൾ മുട്ടുകുത്തുകയും പാഞ്ഞുവന്ന നാഗാസ്ത്രം ദിവ്യാസ്ത്രങ്ങൾക്ക് പോലും തകർക്കാനാവാത്ത അർജുനന്റെ കിരീടത്തെ തകർക്കുകയും ചെയ്തു.